ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇവിടെ സുഖമായിരിക്കുന്നു, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ മുൻപത്തെ വീഡിയോ കുറേ പേർക്ക് ഇഷ്ടമായി, സബ്സ്ക്രൈബേഴ്സായി, വ്യൂസ് ഉണ്ടായിരുന്നു. അതേപോലെ ഈ വീഡിയോയും എല്ലാവരും ഫുള്ളായി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻസും ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ രാവിലെ തന്നെ വിറകൊക്കെ കത്തിക്കുകയാണ്. രാവിലെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി കണ്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളെ വീഡിയോക്ക് നെഗറ്റീവ് പറയണവരുണ്ട്, പോസിറ്റീവ് പറയണവരുണ്ട്. എന്നാലും ഒരുപാട് പേര് പോസിറ്റീവ് പറയണവരുണ്ട്. മുൻപത്തെ വീഡിയോയിൽ നമ്മൾ വീടിൻ്റെ ഇതൊക്കെ അതിനെ പറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരുപാട് സന്തോഷം കേട്ടോ, പുതിയ പുതിയ നല്ല കമൻസുകളൊക്കെ കണ്ടപ്പോൾ. എന്നാൽ ഇതുപോലത്തെ കുറേ വീഡിയോകൾ കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ ചാനലൊക്കെ മുന്നോട്ട് പോണത്. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. ചില സമയത്ത് ചില മടിയൊക്കെ ഉണ്ടാവും, അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ലേറ്റാവും. എന്നാലും കഴിയുന്നത് ടൈമിലൊക്കെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ദോശപ്പണി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ കല അങ്ങോട്ട് വെച്ചിട്ടോ. ചോറ് പിന്നെ വെള്ളമൊക്കെ തിളച്ചാൽ പിന്നെ അരിയാണ്ട് ഇട്ടാൽ മതിയല്ലോ. പിന്നെ ഇന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ സാമ്പാർ കഷ്ണങ്ങൾ കൊടുന്നിട്ട് അരിയാൻ നിന്നിട്ടാണ്. ഒരു തട്ടിക്കൂട്ട് സാമ്പാർ എന്നൊക്കെ പറയാം. എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ആണ് ഉണ്ടാക്കണ. കാരണം അധികം കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ പറയാനുള്ളത്, പുതിയ സബ്സ്ക്രൈബേഴ്സ്, അതായത് പുതിയ ആളുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ കഷ്ണങ്ങളൊക്കെ അരിയാൻ തുടങ്ങിയപ്പോൾ മോൻ ഓരോന്നെടുത്തിട്ട് കഴിക്കാനൊക്കെ തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഓന് ചീത്ത അറിയണമുണ്ട്, വീഡിയോയിൽ എടുക്കണമുണ്ട്. പിന്നെ ഫോണൊക്കെ നിലത്ത് കിടാനൊക്കെ നോക്കിയിരുന്ന്. അപ്പോൾ അതും ശ്രദ്ധിക്കണം. കുറച്ച് കഷ്ടപ്പാടൊക്കെയാണ്, എന്നാലും നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ കുറച്ച് കഷ്ടപ്പാട് എടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ വിട്ടുകൊടുക്കില്ല, ഞാൻ തോൽക്കില്ല എന്ന് നമ്മൾ തന്നെ സ്വയം വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ കേട്ടോ. അങ്ങനെ ചോറൊക്കെ വെന്തുകണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഊറ്റി വെക്കണം. ചോറ് ഊറ്റിയാൽ പിന്നെ അടുപ്പത്ത് ഞാൻ ഉപ്പേരിക്കുള്ള പയർ മുറിച്ച് വെച്ചിരുന്നു. അപ്പോൾ അത് അടുപ്പത്ത് ആ തീയിൽ തന്നെ ഇട്ടാൽ ആ ഒരു ചൂടോടുക്കെ അത് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഒന്ന് കത്തിക്കണ്ടല്ലോ, ഇങ്ങനെ ഗ്യാസിൽ വെക്കണ്ട. ഒക്കെ അടുപ്പത്താണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതല്ല. ഞാൻ അധികവും ഐറ്റംസും അടുപ്പത്ത് തന്നെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. ഗ്യാസിൽ ചെറിയ എന്തെങ്കിലും മീൻ പൊരിക്കലൊക്കെ, ചായ ഉണ്ടാക്കുക, അങ്ങനത്തെ ഒക്കെ ഉള്ളൂ. ബാക്കി ഫുള്ളും അടുപ്പത്ത് തന്നെയാണ് അപ്പോഴും ഇപ്പോഴും എന്നും ഉണ്ടാക്കാറ്. ഇപ്പോൾ ഗ്യാസിൻ്റെ ഒക്കെ കുറേ ബുദ്ധിമുട്ട് ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിറകുണ്ട്. അപ്പോൾ അടുപ്പത്ത് തന്നെയാണ് എല്ലാ ഐറ്റംസും ഉണ്ടാക്കുക. അങ്ങനെ പിന്നെ രാവിലെയൊക്കെ ചിലപ്പം മടിയുള്ള സമയത്ത് ഗ്യാസുമ്മ ചുടാറുണ്ട്. എന്നാലും ഏകദേശം അടുപ്പത്ത് തന്നെയാണ് ഒക്കെ ചെയ്യാറ്. അങ്ങനെ അടുപ്പത്ത് പയർ ഇട്ടിട്ടുണ്ട്. അത് അവിടെ കിടന്ന് വന്നോളും. കനലിൽ കിടന്നിട്ട് അത് വേവും. അപ്പോൾ അത് സാമ്പാർ കഷ്ണങ്ങൾക്കുള്ള കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് അരിഞ്ഞിട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസുമ്മ വെച്ചിട്ടാ. ഈ കുക്കർമ ഞാൻ ഗ്യാസുമ്മലാണ് വെക്കൽ. പിന്നെ മീൻ കിട്ടിയത് മത്തിയാണ്. അപ്പോൾ പിന്നെ സാമ്പാർ ഉണ്ടായ കാരണം ഞാൻ മത്തി പൊരിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ പപ്പടും. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് മത്തി പൊരിച്ചതും സാമ്പാറും പിന്നെ ഉപ്പേരിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ മീനൊക്കെ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. നല്ല മത്തി, നല്ല അടിപൊളി ടേസ്റ്റും ആയിരുന്നു ഉണ്ടാക്കി വന്നപ്പോൾ. അങ്ങനെ മീനിൻ്റെ വെള്ളമൊക്കെ തൂത്ത് നല്ല പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൂച്ചകൾക്കൊക്കെ കൊടുത്ത് പിന്നെ ആ പാത്രങ്ങളും അതൊക്കെ അങ്ങോട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ട് കഴുകി വെച്ചിട്ട് പിന്നെ ബാക്കി പണിയൊക്കെ നിന്നിട്ടാണ്. അപ്പോൾ തന്നെ നമ്മളെ ഗ്യാസുമുള്ള സാമ്പാറൊക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട് കേട്ടോ. വിസിലൊക്കെ വന്ന് ഞാൻ തുറന്ന് നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും കൂടി വറവ് ഇടാൻ വേണ്ടിയിട്ട് സാമ്പാർ പൊടിയും പിന്നെ കടുകും വേപ്പിൻ്റെ ഇലയും ഒക്കെ പൊട്ടിച്ചിട്ടിട്ട് സാമ്പാർ പൊടിയൊക്കെ ഒന്ന് കണ്ട് മിക്സാക്കിങ്ങാണ്ട് ഒന്നും കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പുളി ഒഴിച്ചിരുന്നു കേട്ടോ. ഇത്തിരി പുളി ഒഴിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മീൻ പൊരിക്കാനും നിന്ന്. അപ്പോൾ കിച്ചണത്തെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ്. പിന്നെ തിരുമ്പാൻ നിന്ന്. തിരുമ്പൽ കഴിഞ്ഞിട്ട് വാർപ്പിൻ്റെ മേലെ കൊടുന്ന് ഒക്കെ ഉണക്കിയിടുകയൊക്കെ ചെയ്തിട്ടാണ്.
അപ്പോൾ ഒരുവിധം നമ്മളെ ഇന്നത്തെ പണിയൊക്കെ എൻ്റെ ഇത് കഴിഞ്ഞിട്ടാ. സമയം ഒരു 11 മണി ഒക്കെ ആയി ഇന്നത്തെ പണി കഴിയാൻ. നേരത്തെ കഴിയും കേട്ടോ, പണി നേരത്തെ തുടങ്ങിയാൽ നേരത്തെ കഴിയും. ഒരുവിധം ഈ സമയത്തൊക്കെ കഴിയും. പിന്നെ ഇനിയിപ്പോൾ തിരുമ്പലൊക്കെ കഴിഞ്ഞാൽ ചെക്കനെ കുളിപ്പിക്കണം. അത് കഴിഞ്ഞ് എൻ്റെ കുളി കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം റെസ്റ്റാണ്. അപ്പോൾ മോൻക്ക് ചോറ് കൊടുക്കുക കേട്ടോ. ഞങ്ങൾ രണ്ടാൾ കുളി കഴിഞ്ഞതിന് ശേഷം മോൻക്ക് ചോറ് കൊടുക്കും.